ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വമ്പിച്ച ഒരു നോമ്പ് തുറയാണ്. അപ്പോൾ ഇത് നടക്കുന്നത് പറയുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ കടുങ്ങൂത്ത് 15-ാം വാർഡിൽ നടക്കുന്ന ഒരു വമ്പിച്ച നമുക്ക് അടിപൊളി ഒരു വൈബായിട്ടുള്ള ഒരു നോമ്പ് തുറയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ പൗരസമിതി എല്ലാം കൂടെ ക്ലബും എല്ലാം കൂടിയിട്ടൊരു ഇതാണ്. നമുക്കിവിടെ നമ്മുടെ മണ്ണാർക്കാട് എൻ്റെ ഒരു സാറ് ഞാൻ ഇവിടുത്തെ പരിചയപ്പെട്ടു. അവിടെ മണ്ണാർക്കാട് MES കോളേജിൽ ഒരു പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു, വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് ഇവിടുത്തെ ഈ പൗരസമിതിയും അവിടുത്തെ സാറുമാരെല്ലാം നമുക്ക് ചോദിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർ ചാരിറ്റബിളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ നമുക്ക് നേരെ വീടിക്ക് പോവാം. അത് മൂച്ചുള്ള കത്തിയിട്ട് ഇങ്ങനെ അതിന്റെ ചോട്ടിൽ വെച്ചല്ലേ ഇത് പൊല്ല കട്ടാ പൊല്ലതാണ്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ പറയാം. ഞാൻ ജയിലിലൊക്കെ കണ്ടിട്ട് ഞാൻ ജയിലിലൊക്കെ പശം മുട്ടുമുട്ടു. അപ്പൊ കൂട്ടുകാരെ, നമ്മളെ ഈ കൂട്ടിലങ്ങാടി കടുങ്ങൂത്തിലെ പൗരസമിതിയുടെ ഭാരവാഹികളാണ്. നമുക്ക് അവരുടെ അടുത്ത് ഇതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചെല്ലാം നമ്മളെ പറയുന്ന നമ്മളെ MES എൻ്റെ നാട്ടിലെ MES ഒരു പ്രിൻസിപ്പളായിരുന്നു. അപ്പൊ എല്ലായിടത്തും നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, ഞാൻ അബ്ദുസ്സലാം, ഇവിടെ കുറേ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ റിട്ടയർഡാണ്. കടുങ്ങൂത്ത് പൗരസമിതി എന്ന് പറഞ്ഞത്, കടുങ്ങൂത്ത് പൗരസമിതി 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയാണ്. മത, ജാതി, വർഗ, വർണ്ണ ഭേദമന്യേ എല്ലാവരുടേതായിട്ടുള്ള ഒരു പൊതു സ്വത്താണ് ഈ സ്ഥാപനം. അതായത് ഇത് ഒരു ചാരിറ്റി കൊണ്ട് തുടങ്ങിയതാണെങ്കിൽ പോലും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒത്തിരി നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇഫ്താർ ഈ നാട്ടിലെ എല്ലാവരുടെയും പങ്കാളിത്തോടുകൂടി നടത്തുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ്. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇഫ്താർ അവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പലിശ രഹിത നിധിയാണ് ഏറ്റവും ഒരു വെൽഫെയർ കണക്കിന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ലക്ഷക്കണക്കിന് ഉറുപ്പിക ഇതുവരെ ഈ കുറഞ്ഞ കാലത്തിനിടയിൽ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുപാടത്തുള്ള ആളുകൾക്ക് എത്തിക്കുകയുണ്ടായി. മുമ്പ് തന്നെ നമ്മുടെ ജിദ്ദയിലെ സഹോദരങ്ങളുടെ
കൂട്ടായ്മയുടെ സഹകരണത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇവിടെ നാട്ടിൽ ഒരു സമിതി രൂപീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ പെൻഷൻ വിധവകൾക്ക്, അതുപോലെ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായിട്ട് അശരണരായ ആളുകൾക്കുള്ള ഒരുപാട് സഹായങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 10,000 രൂപ ഇപ്പോഴും എത്രയും പെട്ടെന്ന് ആളുകൾക്ക് പലിശ രീതിയിൽ നിന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാലും അത് ചെയ്യുന്നു. പലിശ രീതിയുടെ അനുവർത്തികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ നാടിൻ്റെ ചുറ്റുപാടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പുകവലി രഹിത ഒരു ഗ്രാമമായിട്ട് മാറ്റാൻ സാധിച്ചത് പലിശരഹിത കടുങ്ങൂത്ത് പൗരസമിതിയുടെ പ്രവർത്തനങ്ങൾ ഫലമായിട്ടാണ്. ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ ജനകീയമായുള്ള പല പ്രവർത്തനങ്ങൾക്കും അത് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും കണക്കാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ വർഷത്തെ പ്രസിഡന്റാണ് നമ്മുടെ പുൽപ്പാടൻ മുഹമ്മദ് നാണിയാക്കയാണ്. അതുപോലെ ജനറൽ സെക്രട്ടറി MK അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ അതുപോലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഒരുപാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളും പ്രവർത്തകരും ഇവിടെ ഇതിന് ചുറ്റുമുണ്ട്. പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരുടെയും നാടിൻ്റെ എല്ലാവരുടെയും സഹായത്തോടും സഹകരണത്തോടും നടന്നുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വന്നതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതാണ് പുൽപ്പാടൻ നിങ്ങൾ പറഞ്ഞത്. ഞാൻ നിലവിലുള്ള പ്രസിഡൻ്റാണ്. ഞങ്ങൾ കുറേ ചാരിറ്റി പ്രവർത്തനം കലാമാശി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമ്മൾ കുറേ ഐഡിയകൾ നമ്മളെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അതിനടുത്ത വർഷമൊക്കെ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്ലാനുകൾ ചാരിറ്റി രംഗത്ത് എന്ത് നമ്മൾ കൂടുതൽ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ അതിനുള്ള പുതിയ സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ കയറുന്നതാണ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുട്ടി ഇവിടെ സാമ്പത്തിക പ്രയാസത്തിൻ്റെ പേരിൽ പഠിക്കാത്തവരുണ്ടാകാൻ പാടില്ല എന്നൊരു കട്ടായം, വലിയ ആഗ്രഹം നമ്മുടെ നാട്ടിലെ പൗരസമിതിക്കുണ്ട്. അത് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിദ്യാഭ്യാസ ചാരിറ്റികൾ തന്നെ വിദ്യാഭ്യാസ രംഗത്തുള്ള വെൽഫെയർ നൽകിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വാർഡ് മെമ്പർ ഉണ്ട് ഇവിടെ. വാർഡ് മെമ്പർ ഒന്ന് വരും. എല്ലാവരുടെയും ഒരു ആശ്വാസം നടന്നുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഒരു നോമ്പുതുറ. നോമ്പുതുറ പറഞ്ഞാൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുള്ള ഒരു നോമ്പുതുറയിലാണ് നമ്മൾ ഇന്ന് ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എനിക്കും തന്നെ എൻ്റെ വാർഡിന് ഇത്രയും സൗഹൃദപരമായ ഒരു പരിപാടിയിൽ പങ്കുചേരുക പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇതിൽ വളരെ സന്തോഷമുണ്ട്. കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് എന്ത് പറയാനുള്ളത് നോക്കാം. ഞാൻ അബ്ദുൽ ലത്തീഫ്. കടുങ്ങൂത്ത് നമ്മൾ ഈ നാട്ടിൽ കുറേ സംഘടനകൾ, രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും പല രാഷ്ട്രീയ സംഘടനകളും ഒരുമിച്ച് പോകുന്ന ഈ സമയത്ത് നമ്മൾ ഒത്തൊരുമിച്ച് നടക്കാൻ വേണ്ടി പല പരിപാടികളും നമ്മൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോമ്പുതുറ. നമ്മൾ പെരുന്നാൾക്ക് പ്രോഗ്രാമുകൾ നടത്താറുണ്ട്, എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. അതുപോലെ നമ്മൾ അവാർഡ് ദാനങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രോഗ്രാമായിട്ടുകൊണ്ടാണ് നമ്മൾ ഈ നാട്ടിൽ നടക്കൽ. ഒത്തൊരുമ എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഞങ്ങളെ ഈ പൗരസമിതിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഞങ്ങൾ ഈ കടുങ്ങൂത്ത് കീരമുണ്ട് സംയുക്ത ബാലവാടി ഒരു പ്രോഗ്രാം കൂടി ഞങ്ങൾക്ക് ഈ അടുത്ത മാസം നടത്താൻ നമ്മൾ പൗരസമിതിനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒന്നിച്ച് വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഐക്യത്തോടെ മുന്നോട്ട് പോകാമെന്നുള്ളത് ഒറ്റ ചിന്തയോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
അതെന്നെ അവിടെ ഉണ്ടാകുന്നത് അതായിരുന്നു വന്നത്. ഒരു പരിപാടി കൂടെ ചെയ്യേ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ കടുങ്ങൂത്തിലെ അതിഗംഭീരമായ നോമ്പുതുറ എല്ലാവർക്കും ഇഷ്ടമായി തീർന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.